അടുത്ത മോർണിംഗ് ടാസ്കിൽ സോറി പറയാൻ വന്നത് നിവിനാണ്. സോറി പറയാനും ഒരാളോട് താങ്ക്സ് പറയാനും വന്നത് നിവിനാണ്. ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിലും തെറ്റ് തന്നെയാണ്. ഞാൻ ഈ അവസരം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന്. ഞാൻ ഈ മോർണിംഗ് ടാസ്കിൽ എൻ്റെ ഉള്ളിൽ തട്ടി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന സോറിയാണ്. 2 വ്യക്തികളോടാണ് എനിക്ക് സോറി പറയാനുള്ളത്. ഒന്ന് അനുമോള്, ഒന്ന് ഷാനവാസ്. എന്നെ മെൻ്റലി തകർത്തിട്ടുള്ള പല സിറ്റുവേഷനും സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ്. അതിങ്ങനെ വന്നും പോയ പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് ഷാനവാസിൻ്റെ ഫാമിലി വന്നപ്പോൾ ആ കുട്ടി എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞതായിരുന്നു, ഷാനവാസിൻ്റെ മകള്. ഞാൻ ചെയ്ത ആക്ട് ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ഷാനവാസിൻ്റെ ഫാമിലിക്ക്, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ എല്ലാവരെയും ഹേർട്ട് ചെയ്ത ഒരു ആക്റ്റായിരുന്നു. അതിന് ഞാൻ ആദ്യം തന്നെ ഷാനവാസിനോട് സോറി പറയുന്നു, അവരോടും എല്ലാവരോടും സോറി പറയുന്നത്. രണ്ടാമത്തെ അനുമോളോട് ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്ത ആ വെള്ളത്തിൻ്റെ ആ ഒരു ആക്ട്, അത് ഇനി എത്ര ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും, എത്ര ദേഷ്യം എനിക്കുണ്ടായിരുന്നെങ്കിലും അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്റ്റായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാൻ ചെയ്ത ആ ആക്ടിനോടും അനുമോളോടും ഞാൻ സോറി പറയുകയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. റിയലി സോറി. പിന്നെ നന്ദി പറയാനുള്ളത്, എനിക്ക് എല്ലാവരോടും ഒരു താങ്ക്സ്, എല്ലാവരോടും താങ്ക്സ്ഫുള്ളാണ് ഞാൻ. ഉനീൽ, അഭിനാഷ്, ബിന്നി. എന്നാൽ അതിനേക്കാളുപരി എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു താങ്ക്സ് ഞാൻ പറയുന്നത് ജിസേലിനോടാണ്. ജിസേൽ ഇവിടുന്ന് ഔട്ടായി പോകില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഞാൻ ജിസേലിനോട് ചെയ്തത് ആ നോമിനേഷൻ, അതെന്നെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും താങ്ക്സ് എന്ന് പറയുന്നതാണ്, ജിസേലിനോട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിവിന് പറയാനുള്ളത്. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.